സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. അമ്മേ നാരായണ, ദേവീ നാരായണ, ലക്ഷ്മീ നാരായണ, ഭദ്രേ നാരായണ. എല്ലാവർക്കും എൻ്റെ വിനീത നമസ്കാരം. പ്രിയ കുടുംബാംഗങ്ങളെ, ഇന്ന് ഞാൻ നമ്മുടെ സജ്ജനങ്ങൾക്ക് മുന്നിലേക്ക് കൊണ്ടുവരുന്ന വിഷയം എന്താണെന്നറിയോ? ക്ഷേത്രത്തിൽ നമ്മൾ പോകാറില്ലേ? ക്ഷേത്രത്തിൽ പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ടുന്ന 21 കാര്യങ്ങൾ. എൻ്റെ കൃഷ്ണ, ഇത്രയും കാര്യങ്ങളോ ഉണ്ട്? 21 കേട്ടോ, 100ഓളം കാര്യങ്ങളുണ്ട്. ഞാൻ 21 പറയുന്നുള്ളൂ. നിങ്ങൾ ഇതിൽ എത്ര കാര്യങ്ങൾ ശ്രദ്ധിച്ച്, അല്ലെങ്കിൽ ഈ ക്ഷേത്രത്തിൽ പോകുമ്പോൾ ശ്രദ്ധിക്കുന്നുണ്ട്? എത്ര കാര്യങ്ങൾ ഇതിന് വിരുദ്ധമായി ചെയ്യുന്നുണ്ട് എന്ന് ശ്രദ്ധിച്ചു നോക്കൂ. ക്ഷേത്രത്തിൽ പോകുമ്പോൾ പലരും ക്ഷേത്രത്തിൻ്റെ നിയമം അറിയാതെ, വ്യവസ്ഥ അറിയാതെ ഒരുപാട് തെറ്റുകൾ ചെയ്യുന്നുണ്ട്. അങ്ങനെയൊക്കെ ചെയ്യണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ചെയ്യണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്, ഒരു പോലീസ് സ്റ്റേഷനിലേക്ക് നമ്മൾ പോകുന്നുണ്ടെങ്കിൽ നമ്മൾ അവിടുത്തെ നിയമം പാലിക്കണ്ടേ? ഒരു വിദ്യാലയത്തിൽ നമ്മുടെ കുട്ടികളെ പറഞ്ഞയക്കുന്നു, അവിടുത്തെ നിയമമാണ് അവിടുത്തെ യൂണിഫോം ധരിക്കണം എന്നുള്ളത് അവിടുത്തെ നിയമമാണ്. അതവർ ചെയ്യണ്ടേ? അതുപോലെ ഏത് സ്ഥലത്ത് പോകുമ്പോഴും അതിൻ്റെ നിയമമുണ്ട്. അതുപോലെ തന്നെയാണ് ക്ഷേത്രം. ക്ഷേത്രത്തിൽ പോകുമ്പോൾ ക്ഷേത്രത്തിൻ്റെതായ ഒരു നിയമമുണ്ട്. അത് നമ്മൾ പാലിക്കാൻ തയ്യാറാവണം. അങ്ങനെ പാലിക്കാൻ തയ്യാറായാൽ മാത്രമേ ആ ക്ഷേത്ര ദർശനം കൊണ്ട് നമുക്ക് പൂർണ്ണമായിട്ടൊരു ഗുണം ലഭിക്കുകയുള്ളൂ. ഞാനിവിടെ 21 കാര്യങ്ങൾ പറയുമ്പോൾ നിങ്ങൾ എന്ത് വേണം? നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിൽ ചെയ്യാൻ പറ്റിയില്ല, അല്ലെങ്കിൽ ചെയ്യാത്തതാണെങ്കിൽ നിങ്ങൾ നോട്ട് ചെയ്യണം കേട്ടോ. അത് പറയണം. എല്ലാ കാര്യങ്ങളും ചെയ്യുന്ന എത്ര പേരുണ്ടെന്ന് എനിക്കറിയില്ല, അപൂർവ ആർക്കും ഉണ്ടാവുക. എന്നാലും ഇന്നത്തെ കാലഘട്ടത്തിൽ ഇതൊക്കെ നമുക്ക് കൃത്യമായി പറഞ്ഞു തരാനും മനസ്സിലാക്കി തരാനും സംവിധാനങ്ങളുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ ഈ ആധ്യാത്മിക പാഠശാല ഇപ്പോൾ തുടങ്ങാൻ പോവാണ്. ഈ പാഠശാല ഞാൻ എൻ്റെയും അതുപോലെ ഒരുപാട് ആചാര്യന്മാരും കൂടി ചെയ്യുന്ന ഇത് ഭാരതത്തിൻ്റെ എല്ലാ ഭാഗത്തും ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. അതിലൂടെ ഈ കാര്യങ്ങളൊക്കെ തന്നെ നേരിട്ട് നമ്മൾ ഓരോ സ്ഥലത്തും ക്ലാസ് എടുക്കും. അപ്പോൾ നിങ്ങൾക്കത് മനസ്സിലാക്കാൻ പറ്റും. ഏതായാലും നമ്മളിതിൽ ആദ്യം മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ, ക്ഷേത്രത്തിൽ പോകുന്ന അവസരത്തിൽ ഒരു കാരണവശാലും വെറും കൈയോടെ പോകരുത്. എന്തുകൊണ്ടാണ് വെറും കൈയോടെ പോകാൻ പാടില്ല? ഒന്നാമത്തെ കാര്യം, അതിൻ്റെ അകത്തുള്ള കാര്യം എന്ന് വെച്ചാൽ, 1 ആചാര്യന്മാരെ കാണാൻ പോകുമ്പോൾ, 2 മാതാപിതാക്കളെ കാണാൻ വേണ്ടി പോകുമ്പോൾ, 3 രോഗികളെ കാണാൻ വേണ്ടി പോകുമ്പോൾ, 4 ഗർഭിണികളെ കാണാൻ വേണ്ടി പോകുമ്പോൾ, 5 കൊച്ചു കുട്ടികളുള്ളിടത്ത് പോകുമ്പോൾ എല്ലാം കയ്യിൽ എന്തെങ്കിലും കരുതണം അവർക്ക് സമ്മാനമായിട്ട്. ക്ഷേത്രത്തിൽ പോകുമ്പോൾ പണം കൊണ്ടുപോകണം എന്നല്ല പറഞ്ഞത്. എന്തുകൊണ്ട് പോവാ? നിങ്ങൾക്ക് ഭഗവാന്റെ ശ്രീകോവിലിന്റെ മുമ്പിലേക്ക് എത്തുമ്പോൾ എന്തെങ്കിലും വഴിപാട് വസ്തുക്കൾ കൊണ്ടുപോകണം, എന്തെങ്കിലും ഭഗവാന് സമർപ്പിക്കാൻ സന്തോഷത്തോടുകൂടി. അതുപോലെ കാരണം നമ്മുടെ നാഥനാണ്, നമ്മുടെ ദേവനാണ്, നമ്മുടെ നാടിൻ്റെ ഒക്കെ തന്നെ അധിപനാണ്. അപ്പോൾ നാടുവാഴിയുടെ അടുത്ത് പോകുമ്പോഴൊക്കെ പണ്ട് കാലങ്ങളിൽ കാഴ്ച വെക്കുമ്പോൾ നമ്മൾ ദേവന്റെ മുന്നിലേക്ക് പോകുമ്പോൾ വീട്ടിൽ തൊടിയിലുണ്ടായിട്ടുള്ള പൂക്കളാവട്ടെ, പഴങ്ങളാവട്ടെ, പച്ചക്കറികളാകട്ടെ, എന്തായാലും ഇനി ഒന്നുമില്ലെങ്കിൽ വീട്ടിൽ പശു ഉണ്ടെങ്കിൽ പാല് കറന്നിട്ട് ആ പാലായാലും കൊണ്ട് കൊടുക്കാം. ഇതൊക്കെ ഭഗവാന്റെ മുന്നിലേക്ക്. ഇനി ഒന്നുമില്ലെങ്കിൽ, ഒരു നുള്ളു പുഷ്പം ഒന്നുമില്ല എങ്കിൽ നിങ്ങൾക്കൊരു നാണയത്തൊട്ടെങ്കിലും ഭഗവാന്റെ മുന്നിൽ സമർപ്പിക്കണം. കാരണം അത് ആ ഭഗവാനെ സേവിക്കുന്ന അവിടുത്തെ പൂജാരിക്ക് സന്തോഷമായിട്ട്, അവർക്ക് 1 രൂപയായാൽ പോലും അത് അവർക്ക് ഉപകരിക്കും. അങ്ങനെ കൊടുക്കുന്നത് നന്നായിരിക്കും. അപ്പോൾ വെറും കൈയോടുകൂടി ഭഗവാന്റെ അടുത്തേക്ക് പോകരുത് എന്നുള്ളത് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ, ഇന്നത്തെ ആധുനിക കാലഘട്ടത്തിൽ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ക്ഷേത്രത്തിൽ നിന്നല്ല എവിടെ പോകുമ്പോഴും കയ്യിലുണ്ടാകുന്ന ഒരു സാധനമുണ്ട്. എന്താണെന്നറിയോ? മൊബൈൽ ഫോൺ. എവിടെ പോകും, ബാത്റൂമിൽ പോകുമ്പോഴായാൽ പോലും, ഉറങ്ങുന്ന സമയത്ത് തലക്ക് ഇവിടെ ചെവിക്കരികിൽ വെച്ചിട്ട് അതും കേട്ട് കിടന്നുറങ്ങുന്ന ആൾക്കാരെ ഇന്ന്. ദയവായി ക്ഷേത്രത്തിലേക്ക് പോകുന്ന അവസരത്തിൽ മൊബൈൽ ഫോൺ നമ്മൾ കൊണ്ടുപോകാതിരിക്കുക. കാരണം നമ്മുടെ ശ്രദ്ധ വിട്ടുപോകും. നമ്മൾ അവിടെ പോയി ഭഗവാനെ പ്രാർത്ഥിക്കുന്ന സമയത്തേക്ക് പെട്ടെന്നൊരു കോള് വരും, നമ്മുടെ ശ്രദ്ധ അങ്ങോട്ടേക്ക് പോകും, ഏകാഗ്രത കിട്ടില്ല. ആ കോളുകളെല്ലാം തന്നെ മൊബൈൽ ഫോണിന്റെ ശബ്ദം പോലും നമുക്ക് ദുരിതമായിരിക്കും. ആരെങ്കിലും ഫോൺ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഫോൺ വെക്കുകയും ചെയ്യില്ല.
ഇതൊക്കെ നമ്മളെ ആ ആത്മീയമായിട്ടുള്ള അന്തരീക്ഷത്തിൽ നിന്നും അകറ്റുകയാണ് ചെയ്യുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കുക. മൂന്നാമത്തെ കാര്യം, ലഹരി വസ്തുക്കൾ ഉപയോഗിച്ചുകൊണ്ട് ഒരിക്കലും ക്ഷേത്രത്തിൽ പോകരുത്. മദ്യമോ മയക്കുമരുന്നൊക്കെ കഴിച്ചിട്ട് സമനില തെറ്റിയിട്ടോ സമനില തെറ്റാണ്ടായാലോ നമ്മൾ ക്ഷേത്രത്തിൽ പോകുമ്പോൾ ഒരിക്കലും അത് ചെയ്യരുത്. ലഹരി വസ്തു ഉപയോഗിക്കുന്ന ആൾക്കാരുണ്ടാവും, മദ്യം കഴിക്കുന്ന ആൾക്കാരുണ്ടാവും. മദ്യം കഴിക്കുന്ന ആൾക്കാർ ഇപ്പോൾ രാവിലെ കുടിച്ചു പോയി നിൽക്കട്ടെ, നിങ്ങൾ എന്ത് വേണം, വൈകിട്ടാകുമ്പോൾ അതിൻ്റെ കെട്ടൊക്കെ ഇറങ്ങണം കേട്ടോ. ആ കെട്ടൊക്കെ വിട്ട് കുളി കഴിഞ്ഞ് ശുദ്ധിയോടുകൂടെ പോകുന്നത് തെറ്റില്ല. പക്ഷേ ഇതിൻ്റെ ലഹരി നമ്മളെ ബാധിച്ചിട്ടുണ്ടെങ്കിൽ ആ ലഹരി നമ്മൾ ഒരു കാരണവശാലും ക്ഷേത്രത്തിൽ പോകാൻ പാടില്ല. ലഹരി വസ്തുക്കളോ മദ്യമോ ഉപയോഗിച്ച് പോകാൻ പാടില്ല എന്നുള്ളതാണ് മറ്റൊരു കാര്യം. നാലാമത്തെ കാര്യം എന്താ വെച്ചാൽ, ക്ഷേത്രത്തിൽ നിന്ന് നമുക്ക് തരുന്ന പ്രസാദങ്ങളുണ്ട്. ചന്ദനങ്ങളാവാം, ഭസ്മമാകാം, കുങ്കുമമാകാം, പൂക്കളുണ്ടാകും. എന്ത് പ്രസാദം കിട്ടിയാലും ആ പ്രസാദം, ഇന്ന് പലരും പല സ്ഥലത്തും ചെയ്യുന്ന കാര്യം ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. എന്താണെന്നറിയോ, പ്രസാദം വാങ്ങിച്ച് ഭസ്മമാണെങ്കിൽ ഒരു നുള്ളു നെറുകയിലിട്ട് ഒന്ന് നമ്മൾ നെറ്റിയിലും തൊട്ടിട്ട് ബാക്കി അവിടെ എവിടെയെങ്കിലും അങ്ങ് നിക്ഷേപിക്കും. ഇല്ലെങ്കിലോ അവിടുത്തെ ചുമരിന്റെ മുകളിൽ കൊണ്ട് വരക്കും. ഇല്ലെങ്കിൽ അവിടെ ഒരു ബലിക്കലുണ്ടെങ്കിൽ അതിന്റെ മണ്ടയിൽ കൊണ്ടുപോയിട്ടിടും. ഇത് പലരും പല സ്ഥലത്തും ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. ഒരിക്കലും ചെയ്യരുത്. ഭഗവാൻ നമുക്ക് തന്നതാണിത്. ഭഗവാന്റെ പ്രസാദമായിട്ട് നമുക്ക് ഭഗവാന്റെ സേവകനായിട്ടുള്ള പൂജാരി നമുക്ക് തന്നു. അത് നമ്മൾ അല്പം എടുത്ത് ബാക്കി ഭഗവാന്റെ മുന്നിൽ തന്നെ അവിടെ ഉപേക്ഷിച്ച് കഴിഞ്ഞ് ഭഗവാൻ എന്ത് പ്രയാസം ഉണ്ടാവും നോക്കൂ. ഇതല്ലേ പണ്ട് ഇന്ദ്രന് ദുർവാസാവിന്റെ ശാപം കിട്ടിയത്. ദുർവാസാവ് ഒരു മാല കൊടുത്തു. ആ മാല കൊടുത്തത് അദ്ദേഹം നേരെ ആനയുടെ മസ്തകത്തിൽ, ഐരാവതന്റെ മസ്തകത്തിൽ വെച്ചിട്ട് മുടിയൊന്നും ഇങ്ങനെ ചെയ്യാൻ വേണ്ടി നോക്കിയിട്ടുള്ളൂ. ആന എടുത്ത് താഴെ ഇട്ടിട്ട് ചതച്ചു. താൻ കൊടുത്ത വസ്തു അലക്ഷ്യമായിട്ട് ഉപയോഗിച്ചു എന്ന കാരണത്താലാണ് ദുർവാസാവ് ഈ ഇന്ദ്രനെ പോലെ ശപിച്ചത്. നമ്മളങ്ങനെ അലക്ഷ്യമായിട്ട് അത് ഉപയോഗിക്കരുത്. നമ്മൾ ആ പ്രസാദം നമ്മൾ കിട്ടിക്കഴിഞ്ഞാൽ അത് നമ്മൾ ഉപയോഗിച്ച് ബാക്കി, അതും നാലമ്പലത്തിന് ഉള്ളിൽ നിന്ന് ഉപയോഗിക്കാൻ പാടില്ല. നാലമ്പലത്തിന് വെളിയിൽ വന്നിട്ട് നമ്മൾ ഉപയോഗിച്ച് അത് കയ്യിൽ സൂക്ഷിക്കണം. എന്ത് ചെയ്യണം എന്നുള്ളത് പിന്നീടുണ്ട്. എന്താ, ഇത് നേരെ നമ്മൾ വീട്ടിൽ കൊണ്ടുപോയി ഒരു പാത്രത്തിൽ ഇട്ടിട്ട് അടച്ചിട്ട് നമ്മുടെ ഷോക്കേസിൽ എവിടെയെങ്കിലും വെക്കുക. പുഷ്പങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എന്ത് വേണം, അത് നമ്മളെല്ലാവരും ധരിക്കുക, മറ്റുള്ളവർക്കെല്ലാം കൊടുക്കുക. ഇതാണ് വേണ്ടത്. മനസ്സിലായില്ലേ? ഇനി അഞ്ചാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ, പ്രസാദം വലത് കയ്യിൽ വാങ്ങണം എന്നുള്ളതാണ്. ഇനി വലത് കയ്യിൽ വാങ്ങണമെന്നില്ല. എന്ത് ചെയ്യാം, വലത് കൈ താഴെ വെച്ച് ഇതാ ഇങ്ങനെ ഇടത് കൈ മുകളിൽ വെച്ചിട്ട് വാങ്ങുന്നതുകൊണ്ട് തെറ്റൊന്നുമില്ല. വലത് കൈയുടെ സപ്പോർട്ട്. പക്ഷെ വലത് കൈയിൽ വാങ്ങണമെന്ന് പറയാൻ കാരണമുണ്ട്. എന്താണെന്നറിയോ, തീർത്ഥം ഭഗവാന്റെ പ്രസാദ അത് നമ്മൾ വലത് കൈയിൽ വാങ്ങിച്ചു, അത് നമ്മുടെ സേവിച്ചു. എന്നാൽ ഈ ചന്ദനമാവട്ടെ, ചില ക്ഷേത്രങ്ങളിൽ നിന്നും ഇലയിലാണ്, ഒരു ചെറിയൊരു വാഴ ഇലയിലോ അല്ലെങ്കിൽ ആലിലയിലോ ആയിരിക്കും ഈ ചന്ദനവും കുങ്കുമവും അല്ലെങ്കിൽ ഈ പൂക്കളൊക്കെ തരിക. ചില ക്ഷേത്രങ്ങളിൽ നേരെ കൈവെള്ളയിലേക്ക് ഇട്ട് തരും. ഈ കൈവെള്ളയിലേക്ക് ഇട്ട് തരുന്ന സമയത്ത് നമ്മൾ വലത് കയ്യിൽ ഇത് വാങ്ങിച്ചു നിൽക്കട്ടെ, ഇടത് കൈ കൊണ്ട് ചന്ദനം തൊടാൻ പറ്റില്ലല്ലോ, ബുദ്ധിമുട്ടാണ്. അപ്പൊ അങ്ങനെയുള്ള ആൾക്കാർക്ക് എന്ത് ചെയ്യാം, ഈ വലത് കൈ ഇങ്ങനെ പിടിച്ച് അതിന് മുകളിൽ ഇടത് കൈ വെച്ച് അതിൽ പ്രസാദം വാങ്ങിച്ചു കഴിഞ്ഞാൽ നമുക്ക് പിന്നെ വലത് കൈ കൊണ്ട് ഇതിലേക്ക് എടുത്തിട്ട് നമുക്ക് തൊടാൻ പറ്റും. അങ്ങോട്ട് ചേർത്ത് പിടിച്ചിട്ടേ കൊടുക്കാവൂ. അതല്ലാതെ ഒറ്റയ്ക്ക് ഇടത് കൈ നീട്ടരുത്. അപ്പോൾ വലത് കൈയാണ് നമ്മൾ പ്രധാനമായിട്ടും വേണ്ടത്. ഇടതിനെ താങ്ങി നിർത്തിക്കൊണ്ട്, വലത് കൊണ്ട് താങ്ങി നിർത്തിക്കൊണ്ട് വേണം ആ തരത്തിൽ പ്രസാദം വാങ്ങിക്കാൻ എന്നുകൂടി നമ്മൾ മനസ്സിലാക്കുക. ആറാമത്തെ കാര്യം എന്ന് വെച്ചാൽ, ക്ഷേത്രത്തിൽ ശീവേലി നടക്കുന്ന സമയം ഉണ്ടാകും. ക്ഷേത്രത്തിലെ ദേവത പുറത്തേക്ക് എഴുന്നള്ളി ആ ക്ഷേത്രത്തിലെ ഉപദേവന്മാരുടെ അരികിലേക്ക് പോയി അവർക്ക് നിവേദ്യം കൊടുക്കുന്ന ഒരു സമയമാണ്, ദേവത നേരിട്ട് വന്നിട്ട്. അപ്പൊ ആ ശീവേലി സമയത്ത് ഈ ശീവേലിക്ക് തടസ്സമുണ്ടാകുന്ന വിധത്തിൽ നിന്നുകൊണ്ട് പ്രാർത്ഥന നടത്തരുത്. ചില ആൾക്കാർ അങ്ങനെ ഉണ്ടാവും. നമ്മൾ ഈ പ്രദർശനം വെക്കുമ്പോൾ ഓരോ ബലിക്കലിന്റെ അടുത്ത് പോയി നിങ്ങൾ പ്രാർത്ഥിക്കുമല്ലോ. അപ്പൊ ശീവേലി വരുന്നതിന് തടസ്സമായിട്ട് അവിടെ നിന്നിട്ട് നമ്മൾ ഇങ്ങനെ പ്രാർത്ഥിക്കും. ഭയങ്കര ഭക്തിയായിരിക്കും അന്നേരം. പൊതുവെ ഒരു സെക്കൻഡ് ജപിക്കുന്ന ആൾക്കാർ ആ സ്ഥലത്ത് 10 മിനിറ്റിൽ അവിടെ തന്നെ ഒറ്റ നിർത്തി നിൽക്കും. അത് ചെയ്യാൻ പാടില്ല. ശീവേലി വരുന്ന സമയത്ത് നമ്മൾക്കിട്ട് മാറി നിൽക്കുക. അത് പോയതിനു ശേഷം വീണ്ടും നമ്മൾ പ്രാർത്ഥന നടത്തുക. അതാണ് വേണ്ടത്. ഏഴാമത്തെ കാര്യം എന്താ വെച്ചാൽ, അഭിഷേകം നടത്താൻ വേണ്ടിയിട്ട് ഞാൻ ആദ്യം പറഞ്ഞു വെറും കയ്യോടെ നമ്മൾ ക്ഷേത്രത്തിൽ പോകാൻ പാടില്ല എന്ന് പറഞ്ഞു. അപ്പൊ ചില ആൾക്കാർ വീട്ടിൽ നിന്നും പശുവിനെ കറന്നെടുത്ത് ആ പാലൊക്കെ ഭഗവാന് അഭിഷേകത്തിന് കൊണ്ടുവരും. ഇങ്ങനെ കൊണ്ടുവരുന്ന പാല് കാച്ചിയ പാലാകാൻ പാടില്ല. കാച്ചിയ പാലാകുമ്പോൾ അത് നമ്മൾ ഉപയോഗിച്ചതില്ലേ, അഗ്നിദേവന് സമർപ്പിച്ചു. അത് നമ്മളിവിടെ വീണ്ടും മറ്റൊരു ദേവന് കൊടുക്കുന്നത് അശുദ്ധിയാണ്. അപ്പോൾ കറന്നെടുത്ത പാല് അതേപടി വേണം നമ്മൾ അഭിഷേകത്തിന് കൊണ്ടുവരാൻ.
നിവേദ്യത്തിന് കൊണ്ടുവരാൻ, അതേ സമയത്ത് കാച്ചിയ പാല് കൊണ്ടുവരാൻ പാടില്ല എന്നുള്ളതാണ് മറ്റൊരു കാര്യം. എട്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ നിവേദ്യത്തിന് പുഴുക്കലരി കൊടുക്കരുത്. ഒന്നുകിൽ പച്ചരി കൊണ്ടുവരാം, അല്ലെങ്കിൽ ഉണങ്ങലരി കൊണ്ടുവരാം. പുഴുക്കലരി എന്ന് പറയുമ്പോൾ അതേപോലെ തന്നെ നേരത്തെ പാല് കാച്ചിയതുപോലെ ഇതും നമ്മൾ അഗ്നിയിൽ വെച്ച് വെള്ളത്തിലിട്ട് അത് പുഴുങ്ങിയെടുത്തതാണ്. അപ്പോൾ അത് ഒരു തവണ വേവിച്ചതാണ്. ആ സാധനം വീണ്ടും ഭഗവാന് കൊടുക്കുന്നത് ഉചിതമല്ല. പിന്നെയുള്ളതോ 9ാമത്തെ കാര്യം, ശ്രീകോവിലിന്റെ മുന്നിൽ നിന്ന് പുറകിൽ ഒരുപാട് ആൾക്കാരുണ്ടോ തൊടാൻ, കൊടിമരം വരെ ആൾക്കാർ പുറത്ത് നിന്നിട്ട് തൊഴുന്നുണ്ടാവും. അവർക്ക് മറഞ്ഞ് അല്ലെങ്കിൽ അവർക്ക് മറവ് വരുത്തുന്ന വിധത്തിൽ നിന്നുകൊണ്ട് തൊഴാൻ പാടില്ല. എന്ത് വേണം? ശ്രീകോവിലിന്റെ മുമ്പിൽ പുരുഷന്മാരാണെങ്കിൽ ഭഗവാന്റെ വലത് കൈയുടെ ഭാഗത്ത് നിന്നുകൊണ്ടും, സ്ത്രീകളാണെങ്കിൽ ഭഗവാന്റെ ഇടത് കൈയുടെ ഭാഗത്ത് നിന്നുകൊണ്ടും വേണം തൊഴാൻ. എന്ന് വെച്ചാൽ ശ്രീകോവിലിന്റെ ഇടത് ഭാഗത്ത് സൈഡിലോട്ട് നിന്നുകൊണ്ട് സ്ത്രീകളും, ശ്രീകോവിലിന്റെ വലത് ഭാഗത്തേക്ക് നീങ്ങിക്കൊണ്ട് പുരുഷന്മാർ നിന്നുകൊണ്ട് വേണം തൊഴാൻ. ഒരു കാരണവശാലും പുറകിൽ നിൽക്കുന്ന ആൾക്കാർക്ക് ഞാൻ കാരണം ഒരു മറവുണ്ടാവാൻ പാടില്ല എന്നുള്ള ചിന്ത ഈ ക്ഷേത്രത്തിൽ തൊഴാൻ വരുന്ന ഏതൊരു ഭക്തനും ഉണ്ടാകണം എന്നുള്ളതാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. ഇനി 10ാമത്തെ കാര്യം, ക്ഷേത്രത്തിൽ വരുന്ന ഏതൊരു ഭക്തനും ആദ്യം ക്ഷേത്രത്തിന് വെളിയിൽ തൊഴുത് പ്രദക്ഷിണം വെച്ചതിന് ശേഷം മാത്രമേ നാലമ്പലത്തിന്റെ ഉള്ളിലേക്ക് കടക്കാവൂ. എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഈ ദേവന്റെ ഉപദേവന്മാരായിട്ടുള്ള ആൾക്കാരാണ് പുറത്തൊക്കെ ഉള്ളത്. പല സ്ഥലത്തും പല ഉപദേവന്മാരുണ്ടാകും. എന്നാൽ ഈ ഉപദേവന്മാരെ കൂടാതെ ഈ ഭഗവാന്റെ സംരക്ഷകരായിട്ടുള്ള കുറേ ആൾക്കാരുണ്ട്. അവരാണ് ഈ പുറത്ത്, ഇപ്പം കൃഷ്ണക്ഷേത്രമാണെങ്കിൽ, രാമക്ഷേത്രമാണെങ്കിൽ, വിഷ്ണു ക്ഷേത്രമാണെങ്കിൽ, വൈഷ്ണവ ക്ഷേത്രം ഏതായാലും, കിഴക്കോട്ട് മുഖമുള്ള ക്ഷേത്രമാണെങ്കിൽ മുൻപിൽ ആ ക്ഷേത്രത്തിന്റെ മുൻഭാഗത്ത് കുമുദൻ, പിന്നെ കുമുദാക്ഷൻ, പുണ്ടരികൻ, വാമനൻ തുടങ്ങിയിട്ട് ഈ ക്ഷേത്രത്തിന്റെ 8 ദിക്കിലുമായിട്ട് കാവൽക്കാരുണ്ട്. ഭഗവാന്റെ കാവൽക്കാരായ ആൾക്കാർ. അവരുടെ അടുത്ത് പോയിട്ട് നമ്മൾ പ്രാർത്ഥന നടത്തണം എന്നർത്ഥം. അതാണ് നമ്മൾ ചുറ്റും ആ ചെറിയ ബലിക്കലില്ലേ, അവിടെയൊക്കെ പോയി പ്രാർത്ഥിക്കുന്നത്. അങ്ങനെ പ്രാർത്ഥിച്ചിട്ട് വന്ന് അതിനുശേഷം വേണം നാലമ്പലത്തിന്റെ ഉള്ളിലേക്ക് പോകാൻ. നാലമ്പലത്തിന്റെ ഉള്ളിലെത്തിയാലും ഇതേപോലെ കുറേ കുട്ടി കല്ലുണ്ട്, ബലിക്കല്ലുകൾ, ചെറിയ ബലിക്കല്ലുകൾ. അതും ഇതുപോലെ തന്നെ ഭഗവാന്റെ സംരക്ഷകരാണ്. അവിടെയും ഇതേപോലെ പോയി നമ്മൾ എന്ത് വേണം? പ്രാർത്ഥിക്കണം. എന്നിട്ട് ഏറ്റവും അവസാനം ശ്രീകോവിലിന്റെ മുമ്പിലേക്ക് വരാൻ പാടുള്ളൂ എന്നുള്ളതാണ് യാഥാർത്ഥ്യം. എന്ന് വെച്ചാൽ നമുക്കൊരു ബുദ്ധിമുട്ടൊന്നൊരു കേസ് വന്നു കഴിഞ്ഞാൽ ആദ്യം അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ പോകും, പിന്നെ കോടതി പോകും, അവിടുന്ന് കിട്ടിയിട്ടെങ്കിൽ സബ് കോടതി പോകും, പിന്നെ ജില്ലാ കോടതി പോകും, ഹൈക്കോടതി പോകും, ഏറ്റവും അവസാനം പോകുന്നത് എവിടെയാണ്? സുപ്രീം കോടതിയിൽ. അതിനുശേഷം പിന്നെ അപ്പീൽ കൊടുക്കാനില്ല. അതുപോലെ ക്ഷേത്രത്തിന്റെ സുപ്രീം പവറാണ് ആ പ്രധാന ദേവൻ. ആ പ്രധാന ദേവന്റെ അകത്ത് ഏറ്റവും അവസാനം തൊഴുക. അവിടെ തൊഴുതു കഴിഞ്ഞാൽ പിന്നെ എവിടെയും തൊഴേണ്ട ആവശ്യമില്ല. അവിടെയാണ് സുപ്രീം കോടതി. മനസ്സിലായില്ലേ? ഇനി 11ാമത്തെ കാര്യം, ക്ഷേത്രത്തിൽ എത്തിക്കഴിഞ്ഞാൽ പുരുഷന്മാർ സാഷ്ടാംഗ നമസ്കാരം അല്ലെങ്കിൽ ദണ്ഡ നമസ്കാരം, നീണ്ടു നിവർന്നിട്ടുള്ള നമസ്കാരം. സ്ത്രീകൾ പഞ്ചാംഗ നമസ്കാരം, 5 അവയവങ്ങൾ മാത്രം നിലത്ത് പതിപ്പിച്ചുകൊണ്ടുള്ള നമസ്കാരം. ഇതിനെക്കുറിച്ചൊക്കെ ഞാൻ വേറെ വീഡിയോ ചെയ്തുകൊണ്ടാണ് വിശദമാക്കാത്തത്. ഇതല്ലാതെ സ്ത്രീകൾ ഈ സാഷ്ടാംഗ നമസ്കാരവും ശയനപ്രദക്ഷിണവും ചെയ്യാൻ പാടില്ല. പുരുഷന്മാർ പഞ്ചാംഗ നമസ്കാരം ചെയ്യാൻ പാടില്ല. പുരുഷന്മാർ നമസ്കരിക്കുന്നുണ്ടെങ്കിൽ, ഭഗവാൻ ഏറ്റവും നല്ലതാണ് നമസ്കാരം, ഏറ്റവും പ്രിയപ്പെട്ട വഴിപാടാണ് നമസ്കാരം. അത് പുരുഷന്മാര് ദണ്ഡ നമസ്കാരം തന്നെ, സാഷ്ടാംഗ നമസ്കാരം തന്നെ ചെയ്യുക. പഞ്ചാംഗ നമസ്കാരം ചെയ്തുകൊണ്ട് കാര്യമില്ല എന്നുകൂടി നമ്മൾ മനസ്സിലാക്കുക. പിന്നെ വേറൊരു കാര്യം, ഈ നമസ്കാരമൊക്കെ പഞ്ചാംഗ നമസ്കാരമായാലും, പഞ്ചാംഗ നമസ്കാരം ചെയ്യുന്ന സ്ത്രീകൾക്ക് ഏറ്റവും കൂടുതൽ ഗർഭപാത്രത്തിനും ഒക്കെ ഗുണം ചെയ്യുന്നതാണ്. ദണ്ഡ നമസ്കാരം എന്ന് പറയുന്നത് പുരുഷന്മാർക്ക് ശരീരത്തിന് മൊത്തമായിട്ട് ഗുണം നൽകുന്നതാണ്. ഇതൊക്കെ ഒരു യോഗ കൂടിയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇനി 12ാമത്തെ കാര്യം, ക്ഷേത്രത്തിന്റെ നാലമ്പലത്തിനകത്ത് വെച്ച് അവ ശ്രീകോവിലിന്റെ ഉള്ളിൽ നിന്ന് തരുന്ന തീർത്ഥമല്ലാതെ മറ്റൊരു ഭക്ഷ്യവസ്തുവും കഴിക്കാൻ പാടില്ല. അവിടെ ഗണപതി ഹോമം കഴിച്ച പ്രസാദം ഉണ്ടാവും, നാലമ്പലത്തിനുള്ളിൽ നിന്ന് കഴിക്കരുത്. ഇനി വേറെ ഏതെങ്കിലും തരത്തിൽ പായസോ ഇതും തന്നു കഴിഞ്ഞാലും നാലമ്പലത്തിനുള്ളിൽ നിന്ന് കഴിക്കരുത്. പലരും അബദ്ധവശാൽ ചെയ്യാറുണ്ട്. ഭക്ഷണങ്ങളെല്ലാം പുറത്ത്. ഭഗവാന്റെ തീർത്ഥം നമുക്കെടുത്ത് വെളിയിലേക്ക് പോകാൻ കഴിയില്ല. അപ്പൊ ആ തീർത്ഥം കിട്ടിക്കഴിഞ്ഞാൽ ആ സമയം, ആ സ്പോട്ടിൽ തന്നെ നമ്മളത് കുടിക്കണം. പിന്നത്തേക്ക് വെക്കാനും പാടില്ല. പക്ഷെ മറ്റുള്ളതോ
അത് നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ടായാലും കഴിക്കാം. അത് 4 അമ്പലത്തിനുള്ളിൽ നിന്ന് കഴിക്കാൻ പാടില്ല എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഒരു കാരണവശാലും ഈ നമ്മൾ ഈ ഭക്ഷ്യവസ്തു നമ്മൾ വാങ്ങിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് നമ്മുടെ കയ്യിൽ നിന്ന് താഴേക്ക് പോകരുത്. പോയി കഴിഞ്ഞാൽ അത് വിസർജ്യമാണ്, അത് ദോഷം ചെയ്യും. നമ്മൾ ഭഗവാന്റെ മുന്നിൽ നിന്ന് ഒരു കാരണം പുറത്തേക്ക് താഴേക്ക് വീഴാത്ത വിധത്തിൽ ഉപയോഗിക്കണം. 4 അമ്പലത്തിൻ്റെ വെളിയിൽ പോയിട്ട് മാത്രമേ ഇത് ഉപയോഗിക്കാൻ പാടുള്ളൂ. തീർത്ഥം മാത്രമേ ഉള്ളിൽ നിന്ന് കഴിക്കാൻ പാടുള്ളൂ എന്നുകൂടി നമ്മൾ മനസ്സിലാക്കാം. ഇനിയോ 13ാമത്തെ കാര്യം, ഈ 4 അമ്പലത്തിൻ്റെ ഉള്ളിൽ പുറത്ത് പ്രദക്ഷിണം വെച്ചു 4 അമ്പലത്തിനുള്ളിൽ അല്ലെങ്കിൽ ഈ പ്രദക്ഷിണ സമയത്ത് പോലും നമ്മൾ എന്ത് വേണം? നാമജപത്തിനല്ലാതെ മറ്റൊരു തരത്തിലും വാ തുറക്കരുത്. ഇന്ന് അങ്ങനെയൊന്നുമില്ല. ക്ഷേത്ര പ്രദക്ഷിണം പുറത്തായാലും അകത്തായാലും നമ്മുടെ ഒന്നിച്ച് ഏതെങ്കിലും സ്ത്രീകളോ പുരുഷന്മാരോ ഉണ്ടെങ്കിൽ നമ്മൾ എന്താ ചെയ്യുക? പല ആൾക്കാരും തൊട്ടടുത്ത ആൾക്കാരുടെ കുറ്റങ്ങളും കുറവുകളും പരദൂഷണങ്ങളും പറയും. ചില ആൾക്കാർ സീരിയലിലെ കഥ പറയും. ഇതല്ല വേണ്ടത്. നാമജപത്തിനേ വാ തുറക്കാവൂ. നമുക്ക് കണ്ടു കഴിഞ്ഞാൽ പരിചയക്കാരായിരിക്കും, ആവട്ടെ, ഒരു ചിരിയിരിക്കുക, വീണ്ടും നമ്മൾ പ്രദക്ഷിണം വെക്കുക. എല്ലാം കഴിഞ്ഞതിന് ശേഷം, പ്രദക്ഷിണം കഴിഞ്ഞ് നാമജപനം കഴിഞ്ഞ ശേഷം നമ്മൾ വേണം എന്ത് ചെയ്യുക? അവരോട് സംസാരിക്കുക. അതല്ലാതെ അതിനിടയിൽ നമ്മൾ കുശലാന്വേഷണമോ മറ്റു കാര്യങ്ങളോ പാടില്ല എന്നുകൂടി നമ്മൾ മനസ്സിലാക്കുക. ഇനി 14ാമത്തെ കാര്യം, ഈ ക്ഷേത്രത്തിന്റെ പുറത്തും ക്ഷേത്രത്തിന്റെ 4 അമ്പലത്തിനുള്ളിലും നമുക്കറിയാം ചെറിയ ചെറിയ നിരവധി ബലിക്കല്ലുകൾ ഉണ്ടെന്ന്. ആ ബലിക്കല്ലുകളെ അബദ്ധവശാൽ ചവിട്ടാൻ ഇടവരരുത്. ഇനി ചവിട്ടിപ്പോയാൽ കൈകൊണ്ട് തൊട്ട് നെറുകേരി വെക്കാനും പാടില്ല. കാരണം അതിനെ തൊടാനോ മറ്റു ഒരു തരത്തിൽ അതിൻ്റെ അടുത്തേക്ക് അതിന് പ്രദക്ഷിണം വെക്കാന്നല്ലാണ്. കാരണം ദേവതാ സങ്കല്പമാണ്, വിഗ്രഹമാണ്, ഭഗവാന്റെ കാവൽക്കാരാണ്. അവരെ ഒരു കാരണവശാലും നമ്മൾ തൊടാനോ ചവിട്ടാനോ ഒന്നും പാടില്ല. അത് ശരിയായ നടപടിയല്ല. അപ്പോൾ എന്ത് വേണം? അബദ്ധത്തെ ചവിട്ടിപ്പോയി കഴിഞ്ഞാൽ നമ്മൾ മനസ്സുകൊണ്ട് ക്ഷമാപണം നടത്തുക, പ്രദക്ഷിണം വെക്കുക. അത് ഭഗവാന്റെ കാവൽക്കാരാണ് എന്ന് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം. ഇനി 15ാമത്തെ കാര്യം, ഇതേ കാര്യം തന്നെയാണ്. എന്താ? ഈ ബലിക്കലിന്റെ മുകളിൽ പല സ്ഥലത്തും കർപ്പൂരം കത്തിക്കുന്ന കണ്ടിട്ടുണ്ട്. കാരണം ഭഗവാന്റെ കാവൽക്കാരാ. അവരുടെ തലയിൽ വെച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്? കർപ്പൂരം കത്തിക്കുന്നത്. ഉചിതമാണോ? ചെയ്യാൻ പാടില്ല. ഇനി 16ാമത്തെ കാര്യം, ഈ ക്ഷേത്ര ദർശനത്തിന് വരുമ്പോൾ, ദർശനം കഴിഞ്ഞ് വെളിയിലേക്ക് വരുമ്പോൾ, ഞാൻ നേരത്തെ പ്രദക്ഷിണം വെക്കുമ്പോൾ കാര്യം പറഞ്ഞത്, ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് ഏത് കാര്യങ്ങൾ ചെയ്യുമ്പോഴും ഒരു കാരണവശാലും എന്തുണ്ടാവാൻ പാടില്ല? മറ്റുള്ളവരുടെ കുറ്റങ്ങളും കുറവുകളും പരദൂഷണവും നമ്മൾ ഒരു കാരണവശാലും പറയാൻ പാടില്ല. കാരണം എന്താ? ക്ഷേത്രത്തിൽ വരുന്നത് നമ്മൾ എന്തിനാ? നല്ല പോസിറ്റീവ് എനർജി ഉണ്ടാക്കാനാണ്. മറ്റുള്ളവരുടെ കുറ്റങ്ങളും കുറവുകളും നമ്മൾ പറയുമ്പോൾ അവരുടെ ആ നെഗറ്റീവ് എനർജി നമ്മളിലേക്ക് എത്തിച്ചേരുകയാണ് ചെയ്യുന്നത്. അവരുടെ നന്മകളാണ് നമ്മൾ പറയുന്നുണ്ടെങ്കിൽ അവരുടെ പോസിറ്റീവ് എനർജി നമ്മളിലേക്ക് എത്തും. നമ്മളൊരു നല്ലൊരു സിനിമ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് നല്ല ഒരു മാനസികമായ അന്തരീക്ഷം ഉണ്ടാകും. ഒരു സങ്കടമുള്ള സിനിമ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മാനസികമായിട്ട് സങ്കടാവസ്ഥയായിരിക്കും ഉണ്ടാവുക. അതേപോലെ തന്നെയാണ് മറ്റുള്ളവരുടെ കുറ്റങ്ങളും കുറവുകളും പരദൂഷണങ്ങളും പറയുമ്പോൾ നമ്മളെ ബാധിക്കുന്നത്. ക്ഷേത്രത്തിലേക്ക് വരുന്നത് ആത്മീയമായ ആനന്ദവും സന്തോഷവും സംതൃപ്തിക്കും വേണ്ടിയാണ്. ഈ കുറ്റങ്ങളും കുറവുകളും പരദൂഷണവും പറയുമ്പോൾ നമുക്ക് ആ ഒരു എനർജി നമുക്ക് കിട്ടുന്നത് ഇല്ലാതെയാകും എന്നുള്ളത് കൊണ്ടാണ് ഇങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് പറയാൻ കാരണം. ഇനി 17ാമത്തെ കാര്യം, ഈ ക്ഷേത്ര ദർശനത്തിന് ശേഷം നമ്മൾ ക്ഷേത്രത്തിൽ എല്ലാ ഭാഗങ്ങളും തൊഴുത് പ്രസാദം വാങ്ങിച്ചു, നേരെ പെട്ടെന്ന് വീട്ടിലേക്ക് പോകരുത്. എന്ത് വേണമെന്നറിയോ? ഒരു 10 മിനിറ്റെങ്കിലും ആ ക്ഷേത്രത്തിൽ എവിടെയെങ്കിലും ഉചിതമായൊരു സ്ഥലത്ത് നമ്മൾ ഇരിക്കണം. എന്നിട്ട് നമ്മൾ എവിടത്തേക്കാണ് വന്നത്? ക്ഷേത്രത്തിലേക്ക്. ആ ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠയുണ്ടല്ലോ, അവിടുത്തെ ആ കോമള രൂപമുണ്ടല്ലോ, അത് കണ്ണടച്ചുകൊണ്ട് തൻ്റെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ നമുക്കൊന്ന് കാണാൻ കഴിയണം. ഒരു 10 മിനിറ്റ് തന്നെ ഒന്ന് കണ്ണടച്ച് നോക്കുക, ശാന്തമായിട്ട് മറ്റെല്ലാം വിട്ടുകൊണ്ട് പൂർണ്ണ ശ്രദ്ധയോട് കൂടിയിട്ട് നമ്മളൊന്ന് ധ്യാനിക്കുക ഭഗവാന്റെ രൂപം. അത് അവിടെ ഇരുന്നു കൊണ്ട് എവിടെയെങ്കിലും സ്വസ്ഥമായിട്ട് ഒരു സ്ഥലത്ത് ഉചിതമായൊരു സ്ഥലത്ത് ഇരുന്നു കൊണ്ട് വേണം അത് ചെയ്യാൻ. അല്ലാതെ ചാടിപ്പോകരുത്. ഭഗവാന്റെ അടുത്ത് വന്നിട്ട് നമ്മൾ ഭഗവാന്റെ ആ രൂപം മനസ്സിൽ ഉറപ്പിച്ച് ആ ആത്മീയമായിട്ടുള്ള അന്തരീക്ഷത്തിൽ വേണം നമ്മൾ, ആത്മീയമായ ചിന്തയിലൂടെ വേണം നമ്മൾ പോകാൻ വേണ്ടിയിട്ട് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കാം. ഇനിയുള്ളതോ 18ാമത്തെ കാര്യം എന്താ വെച്ചാൽ പഞ്ചശുദ്ധി പാലിക്കണം ക്ഷേത്രത്തിൽ വരുമ്പോഴെന്നാണ്. ഇത് കുറച്ച് വിശദമാക്കി പറയേണ്ടതാണ്. പഞ്ചശുദ്ധി എന്ന് പറഞ്ഞാൽ 5 ശുദ്ധികളാണ്. പലരും പഞ്ചശുദ്ധി എന്ന് പറഞ്ഞിട്ട് തെറ്റിദ്ധരിക്കുന്നുണ്ട്. അതിലൊന്നാമത്തെ ശുദ്ധിയാണ് ശരീരശുദ്ധി വരുത്തിയിട്ടേ ക്ഷേത്രത്തിൽ പോകാം. കൃത്യമായി ശ്രദ്ധിക്കണം. ശരീരശുദ്ധി വരുത്തിയിട്ടേ ക്ഷേത്രത്തിൽ പോകാൻ പാടുള്ളൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ
ക്ഷേത്രത്തിൽ പോകുമ്പോൾ കുളി കഴിയണം, നല്ല വസ്ത്രം ധരിക്കണം. എന്ന് വെച്ചാൽ കഴുകി ശുദ്ധി വരുത്തിയിട്ടുള്ള വസ്ത്രം ധരിക്കണം. കുളിച്ചിട്ടുണ്ട്, മുഷിഞ്ഞ വസ്ത്രം ധരിച്ചാൽ പോയില്ലേ. അപ്പോൾ ശരീരശുദ്ധി എന്ന് പറയുമ്പോൾ കുളിച്ച് കഴുകി വൃത്തിയാക്കിയിട്ടുള്ള വസ്ത്രം ധരിച്ച് വേണം ക്ഷേത്രത്തിലേക്ക് പോകാൻ. അപ്പോൾ ശരീരശുദ്ധി. ഓക്കെ. രണ്ടാമത്തെ അതിൽ തന്നെ ഒരു ശുദ്ധിയാണ് എന്താണ്? വാക്ക് ശുദ്ധി. അത് ഞാൻ നേരത്തെ പറഞ്ഞു. എന്താ വാക്ക് ശുദ്ധി? ക്ഷേത്രത്തിൽ പ്രദക്ഷിണം വെക്കുന്ന സമയത്തായാലും, ക്ഷേത്രത്തിൽ പോകുന്ന സമയത്തായാലും, ക്ഷേത്രത്തിൽ തിരിച്ചു വരുന്ന സമയത്തായാലും നമ്മൾ ഒരു കാരണവശാലും മറ്റുള്ളവരുടെ കുറ്റങ്ങളും കുറവുകളും ഒന്നും നമ്മൾ പറയാതെ, മറ്റുള്ളവരെ കുറിച്ച് പരദൂഷണങ്ങളൊന്നും പറയാതെ, മോശം വാക്കുകളൊന്നും ഉച്ചരിക്കാതെ, ചില ആൾക്കാർ വാ തുറന്ന തെറിയ പറയാം. അപ്പോൾ മോശമായ വാക്കുകളൊന്നും ഉച്ചരിക്കാതെ നാമജപത്തോട്, വാക് ശുദ്ധി, ശുദ്ധിയുള്ള വാക്കുകൾ നാമജപമാണ്. ആ നാമജപത്തോടു കൂടി വേണം ക്ഷേത്രത്തിന്റെ നാലമ്പലത്തിന്റെ അല്ല മതിൽക്കെട്ടിന്റെ ഉള്ളിലേക്ക് കടക്കാൻ. മതിൽക്കെട്ടിന്റെ ഉള്ളിലേക്ക് കടക്കുമ്പോൾ മുതൽ നാമജപം മാത്രം, അല്ലാണ്ട് കുറ്റങ്ങളോ കുറവുകളല്ല. അപ്പോൾ വാക്ക് ശുദ്ധി നമ്മൾ പ്രധാനമായിട്ടും വേണം എന്നർത്ഥം. പിന്നെയോ മൂന്നാമത്തെ കാര്യം ആഹാരശുദ്ധി. ആഹാരശുദ്ധി എന്ന് പറയുമ്പോൾ ഇത് ഞാൻ കഴിഞ്ഞ ദിവസം ഞാനൊരു ഷോർട്സ് വീഡിയോ ചെയ്തിരുന്നു. എനിക്ക് തോന്നുന്നു 7 ദിവസം കൊണ്ട് 1 മില്യണിലേറെ ആൾക്കാർ കണ്ടൊരു വീഡിയോ ആണ്. ഒരുപാട് ആൾക്കാർ അതിന് താഴെ ഒരു കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. എന്താണെന്നറിയോ? മത്സ്യമാംസാദികൾ കഴിച്ചതിന് ശേഷം ക്ഷേത്രത്തിൽ കയറാൻ പാടില്ല എന്ന് കുറേ ആൾക്കാർ പറയാറുണ്ട്. ഞാൻ പറഞ്ഞെന്താ, മത്സ്യമാംസാദികൾ കഴിച്ചു, രാവിലെ കഴിച്ചതാണ്, ഉച്ചയ്ക്ക് കുളി കഴിഞ്ഞ ശേഷം നിങ്ങൾ ക്ഷേത്രത്തിൽ പോകാൻ ഒരു തെറ്റുമില്ല. അപ്പൊ അതാണ് പല ആൾക്കാർക്കും വല്ലാത്തൊരു വിഷമം ഉണ്ടാക്കിയത്. ഞാൻ എൻ്റെ യുക്തിക്കനുസരിച്ചിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത്. ഇവിടെ ആഹാരശുദ്ധി പാലിക്കണം ക്ഷേത്രത്തിൽ പോകുമ്പോൾ എന്ന് വ്യക്തമായിട്ട് പറയുന്നു. എന്താണ് ആഹാരശുദ്ധി? ഏത് ഭക്ഷണം കഴിച്ചാലും ആ ഭക്ഷണം ദഹിക്കാനുള്ളൊരു സമയമുണ്ട്. ആ ദഹിച്ചതിന് ശേഷം മാത്രമേ കുളി കഴിഞ്ഞിട്ട് ക്ഷേത്രത്തിൽ പോകണം. സാമ്പാറും ചോറും തൈരും ഒക്കെയാണ് നമ്മൾ കൂട്ടിയത്, അതിന് വേറെ ദോഷമൊന്നുമില്ല. എന്നാൽ പോലും അത് ദഹിച്ച് അതിനുശേഷം കുളിച്ച്, അല്ലെങ്കിൽ നമ്മൾ ഭക്ഷണം കഴിച്ചിട്ട് വലിയൊരു ഏമ്പൊക്കെ കൂട്ടിട്ട് ക്ഷേത്ര ദർശനം പാടില്ല. വയറ് നിറഞ്ഞു കിടക്കുന്നവന്റെ മുന്നിൽ ഭക്തി ഉണ്ടാകില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ ഏത് ഭക്ഷണവും എന്നും ഞാൻ പറഞ്ഞിട്ടുണ്ട്. അത് മത്സ്യമായാലും വേണ്ടില്ല, മാംസമായാലും വേണ്ടില്ല, പച്ചക്കറി ആയാലും വേണ്ടില്ല, പാൽപ്പായസമായാലും വേണ്ടില്ല, ഏത് ഭക്ഷണമായാലും വേണ്ടില്ല. എന്താണ് വേണ്ടത്? ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ദഹിക്കണം. ദഹിക്കാനുള്ള സമയം നമ്മൾ കൊടുക്കണം. അപ്പൊ രാവിലെ ആണെങ്കിൽ വൈകിട്ടേക്ക് ദഹിക്കും. ഒരു 10 മണിക്കോ 12, ഉച്ചക്കാണെങ്കിൽ പോലും രാത്രി നമ്മൾ ഒരു സന്ധ്യാസമയത്ത് പോകുമ്പോൾ ചില ഭക്ഷണങ്ങൾ പെട്ടെന്ന് ദഹിക്കും. അപ്പൊ ഭക്ഷണം ദഹിച്ചു കഴിഞ്ഞാൽ കുളിക്കണം. ദഹിക്കുന്നതിന് മുമ്പ് കുളിക്കരുത്. എന്നിട്ട് കുളിച്ചിട്ട് നമുക്ക് ക്ഷേത്രത്തിൽ പോകാം. അതാണ് ആഹാരശുദ്ധി എന്ന് പറയുന്നത്. എത്ര നല്ല സാധനമായാലും ശരി, ശുദ്ധി, ഈ ഭക്ഷണം ദഹിക്കാതെ പോകാൻ പാടില്ല. ഇനിയുള്ളതോ കർമ്മശുദ്ധിയാണ്. ക്ഷേത്രത്തിലേക്ക് പോകുന്ന അവസരത്തിൽ നമ്മൾ ചെയ്യുന്ന എല്ലാ പ്രവർത്തനവും എന്തായിരിക്കണം? ശുദ്ധിയുള്ളതായിരിക്കണം. ആർക്കും വിഷമം ഉണ്ടാക്കാത്ത കർമ്മമായിരിക്കണം. അത് നോക്കുകൊണ്ടായാലും വേണ്ടില്ല, വാക്കുകൊണ്ടായാലും വേണ്ടില്ല, പ്രവൃത്തി കൊണ്ടായാൽ പോലും നമ്മുടെ നോക്കുകൊണ്ടോ വാക്കുകൊണ്ടോ ഒരു തരത്തിലുള്ള ഒരാൾക്കൊരു വിഷമം ഉണ്ടാവാത്ത വിധത്തിൽ നല്ല നല്ല കർമ്മങ്ങൾ മാത്രം ചെയ്യുക. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന വിധത്തിൽ ഉള്ള കർമ്മങ്ങൾ മാത്രമേ ക്ഷേത്രത്തിൽ പോകുമ്പോൾ ചെയ്യാൻ പാടുള്ളൂ. അതാണ് കർമ്മശുദ്ധി. ആ കർമ്മശുദ്ധിയുടെ ഭാഗമായിട്ട് തന്നെയാണ് നമ്മൾ ക്ഷേത്രത്തിലേക്ക് പോകുമ്പോൾ നമ്മുടെ പ്രധാനമായ കർമ്മമാണ് അവിടെ നമ്മൾ കൊടുക്കുന്ന വഴിപാടുകൾ. ഭഗവാന് കൊടുക്കുന്ന നല്ല കർമ്മമാണത് നമ്മൾ ഒരാൾക്ക് കൊടുക്കുന്നത്. അവിടെ കഴിക്കുന്ന ഓരോ വഴിപാടുകളും, അതോടൊപ്പം തന്നെ പൂജാരിക്ക് എന്തെങ്കിലും കൊടുക്കുന്നുണ്ടെങ്കിൽ, അവിടുത്തെ കഴകക്കാരൻ എന്തെങ്കിലും കൊടുക്കുന്നുണ്ടെങ്കിൽ, ചില ഉൾനാടൻ ഗ്രാമങ്ങളിലെ ക്ഷേത്രങ്ങളിലൊക്കെ നമ്മൾ നിർബന്ധമായിട്ട് പോയി കഴിഞ്ഞാൽ പൂജാരിക്ക് എന്തെങ്കിലും കൊടുക്കുന്ന കൂടുതൽ കഴകക്കാരൻ കൂടി കൊടുത്താൽ നന്നായിരിക്കും എന്നാണ് എൻ്റെ അഭിപ്രായം. അപ്പൊ അതൊക്കെ തന്നെ അവർക്ക് ജീവിതത്തിൽ അവർക്ക് ഒരു വലിയൊരു കർമ്മശുദ്ധിയാണ് നമ്മൾ ദാനം എന്ന് നൽകുന്നത്. കർമ്മശുദ്ധിയുടെ പ്രധാന ഭാഗം തന്നെയാണ് ദാനധർമ്മങ്ങൾ. അപ്പോൾ ഈ കർമ്മശുദ്ധി ദാനധർമ്മങ്ങൾ ചെയ്യുന്നത് നന്നായിരിക്കും. ആരെങ്കിലും വിശന്ന് വലയുന്ന ഒരാൾ വഴിയിൽ വെച്ച് കണ്ടു കഴിഞ്ഞാൽ ക്ഷേത്രത്തിൽ പോകുന്നതാണെങ്കിൽ അവർക്ക് എന്തെങ്കിലും ഒരു നേരത്തെ ഭക്ഷണമെങ്കിലും നമ്മൾ വാങ്ങിച്ചു കൊടുക്കുകയാണെങ്കിൽ അത് കർമ്മശുദ്ധിയാണ്. അപ്പോൾ അത് ഇതെല്ലാത്തിനും പുറമെ 5ാമത്തെ ശുദ്ധിയാണ് മനഃശുദ്ധി. എല്ലാം ഉണ്ട്, പക്ഷെ മനസ്സിൽ ഒരു ഗുണവും ഇല്ലെങ്കിൽ പോയില്ല കാര്യം. അപ്പോൾ നല്ല മനസ്സോടുകൂടി തന്റെ മുന്നിൽ കാണുന്ന സകലതും ഈശ്വരനാണെന്ന ചിന്തയോടുകൂടി ആ ഈശ്വരന്റെ പ്രതീകമായിട്ടുള്ള ആ ക്ഷേത്രത്തിലേക്ക് ഞാൻ പോയിട്ട് ആ ഭഗവാനെ ഒന്ന് കാണാൻ വേണ്ടിയിട്ട് ഞാൻ പോവുകയാണെന്ന ചിന്തയോടുകൂടി, ആ ഭഗവാന്റെ സേവകനാണെന്നുള്ള ചിന്തയോടുകൂടി നമ്മൾ അവിടത്തേക്ക് പോകണം. നല്ല മനഃശുദ്ധിയോടുകൂടി, എല്ലാവരോടും കൂടി ചിരിച്ച്, എല്ലാവരോടുകൂടിയും മനസ്സിൽ ആർക്ക് കാണുമ്പോൾ നമ്മുടെ വെറുപ്പ് തോന്നാത്ത വിധത്തിൽ എല്ലാവരോടും സന്തോഷത്തോടു കൂടി മാത്രം സംസാരിച്ചുകൊണ്ട് മാത്രമേ നമ്മൾ പോകാനും വരാനും ഒക്കെ പാടുള്ളൂ എന്നുള്ളതാണ് ഇത്
നമ്മുടെ പ്രവൃത്തിയായാലും എല്ലാം തന്നെ കളങ്കമില്ലാത്തതാകണം എന്നർത്ഥം. ഇനിയോ, ഇനി 19-ാമത്തത്, പ്രദക്ഷിണം വെക്കുന്ന സമയത്ത് അതിവേഗത്തിൽ നടക്കുകയോ ഓടുകയോ ചെയ്യരുത്. ചില ആൾക്കാർ വളരെ പെട്ടെന്ന് പ്രദക്ഷിണം വെക്കുന്ന കാണാം. വളരെ ബസ്സിന് പോകേണ്ട തിരക്കായിരിക്കും, അല്ലെങ്കിൽ അത്യാവശ്യം ഹോസ്പിറ്റലിൽ വായുഗുളിക വാങ്ങാൻ പോകുന്ന തിരക്കാ ചില ആൾക്കാർക്ക് ഉണ്ടാവുക. അങ്ങനെയാണ് ചില ആൾക്കാർ ധാ വന്നു ധേ പോയി ഒരു ഒരു മിന്നായം പോലെ ഒരാൾ വന്ന് പെട്ടെന്ന് ചുറ്റി പ്രദർശനം വെച്ചു. അങ്ങനെയല്ല വേണ്ടത്. വളരെ ഭംഗിയായിട്ട് പ്രദർശനം വെക്കുമ്പോൾ പൂർണ്ണ ഗർഭിണിയായ ഒരു സ്ത്രീയുടെ തലയിൽ ഒരു നിറയെ വെള്ളമുള്ളൊരു പാത്രം വെച്ചു കൊടുത്തു. ആ സ്ത്രീ എങ്ങനെയാണോ മുന്നോട്ട് നടക്കുക, കാരണം വെള്ളം മറയാൻ പാടില്ല, തന്റെ വയറ് ശ്രദ്ധിക്കണം, ഈ സാരിയോ അല്ലെ പാവാടിയോ അല്ലെങ്കിൽ എന്താ വെച്ചാൽ അത് തടഞ്ഞു കെട്ടി വീഴാത്ത വിധത്തിൽ ഓരോ ചുവടും വളരെ ശ്രദ്ധയോടുകൂടി ഭൂമി പോലും അറിയാത്ത വിധത്തിൽ നിന്നാണ് അവർ നടക്കുക. അതുപോലെ പ്രദക്ഷിണം വെക്കുമ്പോൾ ഭൂമിയിൽ അറിയാൻ പാടില്ല, നമ്മുടെ കാല് വെക്കുന്ന ശബ്ദം പോലും കേൾക്കാൻ പാടില്ല എന്നർത്ഥം. അത്ര ശ്രദ്ധയോടുകൂടി സാവധാനത്തിൽ നാമം ജപിച്ചു കൊണ്ട് വേണം പ്രദക്ഷിണം വെക്കാൻ. ഓടുകയോ അതിവേഗത്തിൽ നടക്കുകയോ ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. 20-ാമത്തെ കാര്യം, ഈ ശ്രീകോവിലിൽ നിന്നും വെളിയിലേക്ക് വരുന്നൊരു ഓവുണ്ട്. ആ ഓവിലുള്ള വെള്ളം കൈകൊണ്ട് തൊടുകയോ കുടിക്കുകയോ സേവിക്കുകയോ അല്ലെങ്കിൽ ശരീരത്തിൽ തളിക്കുകയോ ചെയ്യാൻ പാടില്ല. എന്ന് വെച്ചാൽ ചുരുക്കി പറഞ്ഞാൽ ആ ഓവ് നമ്മൾ തൊടാൻ പോലും പാടില്ല എന്നർത്ഥം. ആ ഓവിലുള്ള തീർത്ഥത്തിന് അധികാരി അതിന് തൊട്ട് താഴെ തന്നെ ഒരു വിഗ്രഹമുണ്ട്. അതിനോട് മാറിയിട്ട് ഒരു ശിവലിംഗ രൂപത്തിലോ ഒരു കുഴിയുമ്പ രൂപത്തിലോ അതല്ലെങ്കിൽ ഏതെങ്കിലും മനുഷ്യന്റെ രൂപത്തിലൊക്കെ ആയിട്ട് കാണാം. അത് നിർമാല്യധാരി എന്ന് പറയുന്ന രൂപമാണ്. അതുകൊണ്ട് ആ നിർമാല്യധാരിക്ക് അവകാശപ്പെട്ട ആ തീർത്ഥം നമ്മൾ തൊടാൻ പോലും പാടില്ല എന്നർത്ഥം. ആ ഓവിലൂടെ വരുന്ന വെള്ളം തൊടാൻ പാടില്ല. എന്നാലല്ലേ നമ്മൾ വാങ്ങിക്കുകയോ തലയിലൊഴിക്കുകയൊക്കെ ചെയ്യുക, അതൊന്നും ചെയ്യാൻ പാടില്ല എന്നർത്ഥം. ഏറ്റവും അവസാനമായിട്ട് 21-ാമത്തെ കാര്യമായിട്ട് എന്താണ് പറയാനുള്ളതെന്നറിയോ? ക്ഷേത്രത്തിൽ പ്രദക്ഷിണം വെക്കുന്ന സമയത്ത് ഈ എല്ലാ ബലിക്കല്ലുകളും അതുപോലെ ക്ഷേത്രവും ദേവനും ഒക്കെ തന്നെ പ്രദക്ഷിണം വെക്കുമ്പോൾ നമ്മുടെ വലത് കൈയുടെ ഭാഗത്ത് വരും വിധത്തിൽ വേണം പ്രദക്ഷിണം വെക്കാൻ. എവിടെ ദേവന്മാരെയും മാതാപിതാക്കളെയും ഗുരുകാരണവന്മാരെയും ഒക്കെ നമ്മൾ പ്രദക്ഷിണം വെക്കുമ്പോൾ നമ്മുടെ വലത് കൈയുടെ ഭാഗത്ത് അവർ വരും വിധത്തിലും, പിതൃകർമ്മം ചെയ്യുമ്പോഴും അതുപോലെ തന്നെ മരിച്ചവരുടെ ശവശരീരത്തിനും നമ്മൾ അവരുടെ ശരീരം അല്ലെങ്കിൽ അവരുടെ ഇത് നമ്മുടെ ഇടത് കൈയുടെ ഭാഗത്ത് വരും വിധത്തിൽ ആന്റി ക്ലോക്ക് വേസിലെ പ്രദക്ഷിണം വെക്കാൻ പാടുള്ളൂ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഞാനിവിടെ 21 കാര്യങ്ങൾ പറഞ്ഞു. ഈ 21 കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധാപൂർവം കേട്ടിട്ടുണ്ടെങ്കിൽ അതിലെന്തെങ്കിലും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അതോടൊപ്പം തന്നെ നിങ്ങളുടെ സംശയങ്ങൾ മാത്രം, നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഇതൊക്കെ നിങ്ങൾ പാലിച്ചിട്ടുണ്ടോ, ഇത്രയും കാലമായിട്ട് പാലിച്ചിട്ടുണ്ടോ, നിങ്ങൾക്ക് അറിയാത്തതായിട്ട് എന്തെങ്കിലും ഉണ്ടോ, ഇതിനെക്കുറിച്ചൊക്കെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ വേണം. കാരണം അത് എനിക്കൊരു പ്രചോദനമാണ്, കാരണം നിങ്ങളത് സ്വീകരിക്കുന്നു എന്നുള്ളത് കൊണ്ട്. അപ്പോൾ ആ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഏതായാലും ഞാൻ മറ്റൊരു വീഡിയോയുമായി മറ്റൊരു അവസരത്തിൽ വരാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.